Hi students, today we are starting our new subject, that is professional business skill. It's a new subject introduced by Calicut University for 3rd semester BCom and BBA students. So it's a common paper. Okay, so in this video I am going to discuss first module of this subject, that is professionalism. Professionalism is the way an individual conducts himself at work to represent both himself and his company in a positive way. Professionalism is the way an individual conduct, an individual behave. So professionalism is a way of doing his job by an individual. So it helps to represent himself in a positive way for himself and his company. ഒരു പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിലൂടെ കമ്പനിക്കും അതേപോലെ ആ വ്യക്തിക്കും ഒരു പോസിറ്റീവ് ബെനിഫിറ്റ് ലഭിക്കുന്നു. സോ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു വർക്ക് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു Eric Mocknax, professionalism is someone's inherent ability to do what is expected of them and deliver quality work because they are driven to do so. So there is a word missing, so. Professionalism is someone's inherent ability. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ജന്മന ഉള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറയാം. ഇൻഹറൻറ്റ് എബിലിറ്റിയാണ് ടു ഡു വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ദം. അവരിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അവർക്ക് ചെയ്യാനുള്ള ഒരു കഴിവാണ്. സോ ഇറ്റ്സ് പ്രൊവൈഡിങ് ക്വാളിറ്റി വർക്ക്, അല്ലേ? ഒരു ക്വാളിറ്റി വർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഇൻഹറൻറ്റ് എബിലിറ്റിയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു എറിക് മൊക്നാക്സ്. നെക്സ്റ്റ് ഡെഫിനിഷൻ, Merriam-Webster ഡിക്ഷണറി. The conduct, aims or qualities that characterize or mark a profession or a professional person. പ്രൊഫഷണലിസം ഡിഫൈൻ ചെയ്യുന്നത് Merriam-Webster ഡിക്ഷണറി ഡിഫൈൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു വ്യക്തിയുടെ പ്രവൃത്തി അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ദാറ്റ് ക്യാരക്ടറൈസ് എ മാർക്ക് എ പ്രൊഫഷൻ. ഒരു പ്രൊഫഷന് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. സോ അതൊരു ക്വാളിറ്റിയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ പേഴ്സൺ, ഒന്നുകിൽ പ്രൊഫഷണൽ പേഴ്സണുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഫഷന് വേണ്ട ക്വാളിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഇനി പ്രൊഫഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ 3 ടേം ഉണ്ട്: പ്രൊഫഷൻ, പ്രൊഫഷണൽ, പ്രൊഫഷണലിസം. ഓക്കെ, പ്രൊഫഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ കോളിംഗ് റിക്വയറിംഗ് സ്പെഷ്യലൈസ്ഡ് നോളേജ് ആൻഡ് ഓഫൺ എ ലോങ് ആൻഡ് ഇൻറ്റൻസീവ് അക്കാദമിക് പ്രിപ്പറേഷൻ. ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യലൈസ്ഡ് നോളേജ് ഉണ്ടായിരിക്കും. ആ നോളേജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ, അക്കാദമിക് പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്നതാണ്, ആ ഒരു പർട്ടിക്കുലർ വർക്കിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്. സോ ദേ നീഡ് സ്പെഷ്യലൈസ്ഡ് നോളേജ്. അവർക്ക് സ്പെഷ്യലൈസ്ഡ് നോളേജ് ഉണ്ടായിരിക്കണം. അത് നേടിയെടുക്കാൻ അവർ ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമാണ്, ലോങ് ടേം അക്കാദമിക് പ്രിപ്പറേഷൻ. സോ പ്രൊഫഷണൽ മീൻസ് എ പേഴ്സൺ ഡൂയിങ് പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയും. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്വാളിറ്റി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊഫഷണലിസം, അല്ലേ? അപ്പോൾ പ്രൊഫഷണലിസത്തിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സ്പെഷ്യലൈസ്ഡ് നോളേജ്. നമ്മൾ പറഞ്ഞു സ്പെഷ്യലൈസ്ഡ് നോളേജ് ഉണ്ടായിരിക്കും ഒരു പ്രൊഫഷന്, അല്ലേ? സ്പെഷ്യലൈസ്ഡ് നോളേജ് മീൻസ് എവറി പ്രൊഫഷണൽസ് ആർ നോൺ ഫോർ ദെയർ സ്പെഷ്യലൈസ്ഡ് നോളേജ്. എല്ലാവരും അറിയപ്പെടുന്നത്, എല്ലാ പ്രൊഫഷണലും അവരുടെ ആ നോളേജിൻ്റെ ബേസിലാണ് അറിയപ്പെടുന്നത്. ദേ ആർ ഗ്രേറ്റ് പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് ടു ഡെവലപ്പ് ആൻഡ് ഇംപ്രൂവ് ദെയർ സ്കിൽസ്. ഓരോ പ്രൊഫഷണലും അവരുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം അവർ സ്ട്രഗിൾ ചെയ്യും, വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിലുള്ള കഴിവാണ്. നോളേജിനെയാണ് സ്പെഷ്യലൈസ്ഡ് നോളേജ് എന്ന് പറയുന്നത്, സ്പെഷ്യലൈസ്ഡ് ഏരിയയിലുള്ള നോളേജ്. സോ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റും ആർക്കുണ്ടായിരിക്കും? ഈ പറയുന്ന ഒരു പ്രൊഫഷണലിന് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, കോമ്പിറ്റൻസി. Professionals are competent people and they complete their job in time. They do their best to handle situation
They never make excuses but always find solutions. പ്രൊഫഷണൽസ് എപ്പോഴും കോമ്പിറ്റൻറ്റ് പീപ്പിൾ ആയിരിക്കും അല്ലേ. അവരെപ്പോഴും അവരുടെ ജോബെല്ലാം കറക്റ്റ് സമയത്ത് ചെയ്യും. അതേപോലെ എന്തൊരു സിറ്റുവേഷൻ വന്നാലും അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കും? ഒരു പ്രൊഫഷണലിന് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അവരൊരിക്കലും ഒരു എക്സ്ക്യൂസ് പറയില്ല. ഒരു കാര്യത്തിന് അവരൊരിക്കലും ഒരു എക്സ്ക്യൂസ് പറയില്ല. അവരെപ്പോഴും ഒരു സൊല്യൂഷൻ കണ്ടെത്താനാണ് ശ്രമിക്കുക. നെക്സ്റ്റ്, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കോൺഫിഡൻസ്. ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കമ്മിറ്റ്മെൻറ്റ്. ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കിനോട് 100% കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും ആ വർക്കിനോട്. അതേപോലെ തന്നെ ഹി വർക്ക്സ് ഇൻ കോൺഫിഡൻസ്. ഫുൾ കോൺഫിഡൻറ്റിലാണ് അയാൾ വർക്ക് ചെയ്യുക. ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുമ്പോഴും ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പ്രൊഫഷണൽ എപ്പോഴും വർക്ക് ചെയ്യുക. സോ പ്രൊഫഷണലിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് എന്ത്? കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കോൺഫിഡൻസ്. അവർ ക്ലയൻസിനോട് അല്ലെ കമ്പനിയുടെ ഔട്ട്സൈഡേഴ്സിനോടൊക്കെ അവർ ഡീൽ ചെയ്യുന്ന സമയത്ത് ഫുൾ ഓഫ് കോൺഫിഡൻസിലായിരിക്കും അവർ ഡീൽ ചെയ്യുക. അതേപോലെ അവർ ആൾവേസ് റെഡി ടു ടേക്ക് കമ്മിറ്റ്മെൻറ്റ്. ദേ ആർ ആൾവേസ് റെഡി ടു വർക്ക് ഹാർഡ്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനും അവർ റെഡി ആയിരിക്കും. സോ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി. ദേ ആർ ആൾവേസ് റെഡി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ വർക്ക്. ഒരു പ്രൊഫഷണൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് അദ്ദേഹം ചെയ്യുന്ന വർക്കിനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നത്. റെസ്പോൺസിബിൾ പേഴ്സൺസ് ആയിരിക്കും ഒരു പ്രൊഫഷണൽ. നെക്സ്റ്റ്, ഓണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഒബ്വിയസ്ലി എവറി പ്രൊഫഷണൽ ഷുഡ് ബി ഓണസ്റ്റ് ആയിരിക്കണം. ഒരു നല്ലൊരു പ്രൊഫഷണലിന് വേണ്ട ഒരു ക്വാളിറ്റിയാണ് എന്ത്? ഓണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഓണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് quality required for a profession. They never compromise their values and they always do right thing. ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്ന അദ്ദേഹം ഒരിക്കലും വാല്യൂസ് കോംപ്രമൈസ് ചെയ്യില്ല. അവരെപ്പോഴും ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യും. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ദേ ആർ റെഡി ടു ലേൺ ഫ്രം അതേഴ്സ്. അവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരിക്കും. അവർ ചെയ്യുന്ന വർക്കിനോട് അവർ മറ്റുള്ളവരിൽ നിന്ന് അത് പഠിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യും. ഓണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, വർക്കിനോടുള്ള സിൻസിയറിറ്റി ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഇനീഷ്യേറ്റീവ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. സോ ദർ ഇസ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ദാറ്റ് ഈസ് ഇനീഷ്യേറ്റീവ് ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഇത് കേട്ടോ. ഇനീഷ്യേറ്റീവ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ് നെക്സ്റ്റ്. ഇനീഷ്യേറ്റീവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇനീഷ്യേറ്റീവ്, എ പ്രൊഫഷണൽ ആൾവേസ് റെഡി ടു ടേക്ക് ഇനീഷ്യേറ്റീവ്. അവരെപ്പോഴും ഇനീഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറായിരിക്കും ഒരു പ്രൊഫഷണൽ. Professional always ready to take initiative and also he is always ready accountable for his work. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിനോട് റെസ്പോൺസിബിൾ ആയിരിക്കും, അക്കൗണ്ടബിൾ ആയിരിക്കും. So initiative is a spelling mistake. Next, so initiative and accountability. Next, so they are ready to accept their mistake. Accountable ആണ്, they are ready to accept their mistake and ready to initiative for every job. സോ ഏതൊരു പ്രശ്നം വരുമ്പോൾ അത് മുൻകൈ എടുത്ത് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ആർക്കുണ്ടായിരിക്കും? ഒരു പ്രൊഫഷണലിൽ ഉണ്ടായിരിക്കും. സോ ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി. സെൽഫ് റെഗുലേഷൻ, ദാറ്റ് ഈസ് ഇമോഷണൽ കൺട്രോൾ. ഒരു നല്ലൊരു പ്രൊഫഷണൽ എല്ലായ്പ്പോഴും ഇമോഷണൽ കൺട്രോൾ ഉണ്ടായിരിക്കും. ദേ ഹാവ് ഹൈ ഡിഗ്രി ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. അതായത് എന്തൊരു അഡ്വേഴ്സ് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? ഒരു നല്ലൊരു പ്രൊഫഷണൽ ഉണ്ടായിരിക്കും. അതാണ് സെൽഫ് റെഗുലേഷൻ, സെൽഫ് കൺട്രോൾ. നെക്സ്റ്റ്, ഇമേജ് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. കാരണം ഒരു പ്രൊഫഷണൽ ആവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ്, അപ്പിയറൻസ്, അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫിസിക്കൽ അപ്പിയറൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഹി ഡ്രസ് ഇൻ എ ഗുഡ് വേ. നല്ല രീതിയിലായിരിക്കും ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഒരു പ്രൊഫഷണൽ അട്രാക്റ്റീവ് ആയിരിക്കണം. ഡ്രസ്സിങ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതാണ് അപ്പിയറൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഈ പറയുന്ന ഇമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ട്രേറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രൊഫഷണൽ. ഒരു നല്ല പ്രൊഫഷണലിൽ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയെന്നാണ് അല്ലേ? എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം നല്ലൊരു പ്രൊഫഷണലിൽ വേണ്ട ക്വാളിറ്റീസ്? ഫസ്റ്റ് വൺ, എക്സലൻസ്. പ്രൊഫഷണൽ ആൾവേസ്
സ്ട്രഗിൾ ഫോർ എക്സലൻസ് ഇൻ ദെയർ വർക്ക്. ഒരു പ്രൊഫഷണൽ എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ വർക്ക് 100% പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കും. They are ready to improve their knowledge and continuously improve their knowledge. And lifelong learning, they prefer lifelong learning. അവർക്ക് വർക്കിൽ എക്സലൻസ് കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം? ലൈഫ് ലോങ് ലേണിംഗ് പ്രിഫർ ചെയ്യണം. അവരെപ്പോഴും കണ്ടിന്യൂസ് ലേണിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. എന്നാലേ അവർ നോളേജ് ഇമ്പ്രൂവ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് എക്സലൻസ്. അവരുടെ വർക്ക് അവർ 100% പെർഫെക്റ്റ് ആയിരിക്കും. ഓർഗനൈസേഷണൽ സ്കിൽ, they are always well prepared for every job. They were kept their files and everything in an order and clean. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് അവർ റെഡിയാക്കി വെക്കുന്നുണ്ടാവും, അറേഞ്ച് ചെയ്യും. ഓർഗനൈസേഷണൽ സ്കിൽ എന്ന് പറയാം. എല്ലാം ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അതേപോലെ അവരവരുടെ എല്ലാ ഫയലുകളായാലും എല്ലാം അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്യൂട്ടബിളായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ ടേബിൾസ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും വർക്ക് പ്ലേസ്. പിന്നെ ടൈം മാനേജ്മെൻറ്റ്. സോ ടൈം മാനേജ്മെൻറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി റിക്വയർഡ് ഫോർ എ പ്രൊഫഷണൽ. സോ മാനേജിങ് അല്ലെങ്കിൽ ബാലൻസിങ് ഹിസ് പേഴ്സണൽ ലൈഫ് ആൻഡ് ഒഫീഷ്യൽ ലൈഫ് റിക്വയർഡ് പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ അയാളുടെ ലൈഫ് പ്രോപ്പർ ആക്കണമെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. സോ ദറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ റിക്വയർഡ് ഫോർ എ പ്രൊഫഷണൽ. നെക്സ്റ്റ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ. സോ എ പ്രൊഫഷണൽ മസ്റ്റ് possess good communication skill, ഓറൽ, വെർബൽ. സോ ഹി മസ്റ്റ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒരു പ്രൊഫഷണലിന് വേണ്ടിയിരിക്കും. കാരണം പ്രൊഫഷണലിന് ഔട്ട്സൈഡേഴ്സായിട്ട് ക്ലയൻസായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്യാവശ്യമാണ് സക്സസ് ഓഫ് എ ഗുഡ് പ്രൊഫഷൻ. നെക്സ്റ്റ്, സോഫ്റ്റ് സ്കിൽ. സോഫ്റ്റ് സ്കിൽ മീൻസ് the behavior of a professional, required behavior of a professional, that he should be polite while communicating with the clients. He should be polite ആയിരിക്കണം. He must possess emotional intelligence and he must be flexible. മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒക്കെ കൺസിഡർ ചെയ്യാനും ഒക്കെ ഉള്ള കഴിവിനെയാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അത് അത്യാവശ്യമാണ്. ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ് സ്കിൽ അത്യാവശ്യമാണ്. നെക്സ്റ്റ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഹി മസ്റ്റ് ബി ഓപ്റ്റിമിസ്റ്റിക്. ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. ഒരിക്കലും ഒരു പ്രഷറിൻ്റെ ഇതിൽ അദ്ദേഹം ഒരിക്കലും ജോബ് ഒഴിവാക്കാൻ പാടില്ല. എന്തെങ്കിലും വർക്കിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ പാടില്ല. നല്ലൊരു പ്രൊഫഷനാണെങ്കിൽ എല്ലായ്പ്പോഴും ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. മറ്റുള്ളവർക്കും കൂടി ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ആളാണ് നല്ലൊരു പ്രൊഫഷണൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫോക്കസ് ആൻഡ് ഹാർഡ് വർക്ക്. പ്രൊഫഷണൽ ആൾവേസ് ഗോൾ ഓറിയൻറ്റഡ് ആൻഡ് വർക്ക് ഹാർഡ് ടു അച്ചീവ് ദിസ് ഗോൾ. ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം എല്ലായ്പ്പോഴും ഫോക്കസ് ഓറിയൻറ്റ്, അതായത് ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. ഫോക്കസ് ആണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിന് ഫുൾ അതിലേക്കായിരിക്കും ശ്രദ്ധ മുഴുവൻ. അതേപോലെ തന്നെ ആ ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കാം അതിനുവേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും ആര്? നല്ലൊരു പ്രൊഫഷണൽ. ഒരു പ്രൊഫഷണലിന് വേണ്ട വേറൊരു ക്വാളിറ്റിയാണ് ഫോക്കസ്. നമ്മൾ എന്താണ് ലക്ഷ്യം അത് അറിഞ്ഞിരിക്കണം. ഇൻഡിവിജ്വൽ ആൻഡ് ആൾസോ organizational goal. Then he should work hard for achieving this goal. ആ ലക്ഷ്യം നേടിയെടുക്കാൻ അദ്ദേഹം നല്ല രീതിയിൽ വർക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി. നെക്സ്റ്റ് വൺ, എത്തിക്കൽ ബിഹേവിയർ. A good professional always tries to act ethically in his work, doing right thing in right way. ഒരു നല്ലൊരു പ്രൊഫഷണൽ എല്ലായ്പ്പോഴും അയാളുടെ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിലാണ് ചെയ്യുക. ഹി ഫോളോ എത്തിക്സ്. Continuous learning. So we already said continuous learning is an important characteristic, important traits of a good profession. He always ready to learn. എല്ലായ്പ്പോഴും പഠിക്കാൻ തയ്യാറാണ്. എല്ലായ്പ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളായിരിക്കും ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത്. സോ കണ്ടിന്യൂസ് ലേണിങ്, മറ്റുള്ളവരിൽ നിന്ന് എന്തും സ്വീകരിക്കാനും മറ്റുള്ളവരിൽ നിന്ന് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക എല്ലാത്തിനും തയ്യാറായിട്ടുള്ള ഒരാളായിരിക്കും ഒരു നല്ല പ്രൊഫഷണൽ. സോ നെക്സ്റ്റ് പോയിന്റ് ഈസ് സീക്ക് അഡ്വൈസ്. അതാണ് മറ്റുള്ള പ്രൊഫഷണൽസിൽ നിന്ന്, അതർ പേഴ്സൺസിൽ നിന്ന് അഡ്വൈസ് സ്വീകരിക്കാൻ ദേ ആർ റെഡി ടു ആക്സെപ്റ്റ്.
അതേഴ്സ് ഒപ്പീനിയൻ, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസൊക്കെ സ്വീകരിക്കാനും സജഷൻസൊക്കെ സ്വീകരിക്കാനും വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഒരു നല്ലൊരു പ്രൊഫഷണൽ എന്ന് പറയുന്നത്. സെയിം പ്രൊഫഷൻ അല്ലെങ്കിൽ അതർ പ്രൊഫഷൻസ് എന്നുള്ളവരുടെ അഡ്വൈസ് സ്വീകരിക്കാൻ എല്ലായ്പ്പോഴും വില്ലിംഗ് ആയിരിക്കും. നെക്സ്റ്റ്, അഡ്വാൻസിങ് ഇൻ പ്രൊഫഷൻ. A good professional always try to innovate in his professional work to provide good quality work, ഗുഡ് ക്വാളിറ്റി സർവീസ്. ഒരു നല്ലൊരു പ്രൊഫഷണൽ ആണെങ്കിൽ അദ്ദേഹം എല്ലായ്പ്പോഴും അയാളുടെ വർക്കിൽ ഒരു പുതിയൊരു കാര്യം കൊണ്ടുവരാൻ ശ്രമിക്കും. ഇന്നോവേറ്റീവ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കും. ദാറ്റ് ഈസ് അഡ്വാൻസിങ് ഇൻ പ്രൊഫഷൻ. നെക്സ്റ്റ്, ടീച്ചേഴ്സ് ന്യൂ ജനറേഷൻ. പുതിയ യങ് സ്റ്റുഡൻസിനെയൊക്കെ വളരെയധികം അവർക്ക് ആവശ്യമായിട്ടുള്ള നോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ടീച്ച് ചെയ്യുന്നു പറഞ്ഞാൽ അവർക്ക് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു ഫ്രം ഹിസ് എക്സ്പീരിയൻസ്, അല്ലേ. നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം ആർക്ക് ഷെയർ ചെയ്യും? യങ് ജനറേഷന് ഷെയർ ചെയ്യും. അപ്പിയറൻസ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു അപ്പിയറൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരെപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡ്രസ്സ് ചെയ്യും. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് ആയിരിക്കും. അതാണ് അപ്പിയറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിമാനർ മീൻസ് ഹി മസ്റ്റ് പൊളൈറ്റ് വിത്ത് വൈൽ സ്പോക്കൺ വിത്ത് ഇൻറ്ററാക്ടിങ് വിത്ത് കസ്റ്റമേഴ്സുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ടോ പെരുമാറുമ്പോൾ പൊളൈറ്റ് ആയിരിക്കണം, നല്ല ബിഹേവിയർ ആയിരിക്കണം, നല്ല ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ഒരു പ്രൊഫഷണലിന് വേണ്ടത്. സോ ദീസ് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ട്രേറ്റ്സ് ഓഫ് എ good profession.